നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് കാർപ്പറ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്റെ കൂടെ അതിഥിയായിട്ടിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായിട്ട് ഈ ആളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മതിയാവാത്തോണ്ട് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നു ദ വെരി സ്വീറ്റ് ചാർമിള. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വളരെ ഹാപ്പിയാണ്. സൗന്ദര്യം, ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അതെയോ എല്ലാം അങ്ങനെ തനിയെ വരണൂന്നാണോ? എന്തെങ്കിലും വരണമെങ്കിൽ ഒരു ഈസി കാര്യം ഞാൻ പറയട്ടെ. വിവാഹത്തിന് ശേഷം ഒരു കൊച്ചിനെ പ്രസവിച്ച് നോക്കിയാ അതിന്റെ പുറകെ ഓടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എക്സസൈസ് ആയി പോകും. കൊച്ചിനെ പ്രസവിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. വേഗം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോബ്ലം. പിന്നെ നന്നായിട്ട് എപ്പോഴും ചിരിച്ച് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പോസിറ്റീവ് തിങ്കിങ് വേണമെങ്കിൽ പ്രാർത്ഥന. ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്. അപ്പൊ ദൈവം ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു മൂന്ന് കാര്യം ചോദിക്കും മകളെ ചാർമിള എന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കും? എന്തൊക്കെ ചോദിക്കും? 3 റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്വസ്റ്റ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്റെ അച്ഛൻ തിരിച്ചു വന്നാൽ എനിക്ക് കൊള്ളാമായിരുന്നു. അയ്യോ, അച്ഛൻ ഉള്ളവരെ ഹാപ്പി ജീവിതമായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം ഇല്ല. അപ്പൊ അച്ഛൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ എനിക്ക് ധാരാളം സ്നേഹം കൊടുക്കാൻ 2 ജീവൻകൾ വീട്ടിലുള്ളൂ. 2 പട്ടികൾ, ഒരു ഗോൾഡൻ റെട്രീവ, പിന്നെ ഒരു ജർമ്മൻ സ്പിറ്റ്സ്. അവർ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും. ഒന്ന് എന്നോട് സംസാരിച്ചാ എനിക്ക് ഒരു ഇൻട്രസ്റ്റ്. ചാർമിള ചേച്ചിയുടെ പട്ടിക്കുട്ടികൾക്ക് മാത്രം സംസാരിക്കാൻ ഒരു കഴിവ് കൊടുക്കണം. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഉറപ്പായിട്ട് ദൈവം കേൾക്കും. 2. ഇനി 3ാമത്തെ. പിന്നെ ഞാൻ 16 ഇയേഴ്സ് പോയിട്ട് ഏതാണേനും ലവ് ചെയ്യാതിരിക്കണം. ഇതാണ് നമ്മുടെ 3 റിക്വസ്റ്റ്. ലവ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ 16 വയസ്സിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ തിരിച്ച് 16 വയസ്സിലോട്ട് പോയിട്ട് ഇനി അത് കാണാതെ നമുക്ക് ഓക്കെ ആക്കാൻ. 16 വയസ്സിൽ പോയിട്ട് വീണ്ടും ആദ്യം ഏത് തെറ്റ് ചെയ്തോ അതൊക്കെ ഫുള്ളായിട്ട് റിപ്പയർ ചെയ്ത് ഓക്കെ ആയിട്ട് വരണം. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. പക്ഷേ ചിലപ്പോ ഒരു മിറാക്കിൾ പോലെ അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ? സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ എല്ലാവർക്കും ഇവിടെ വരുമ്പോ നമ്മള് എന്തെങ്കിലും ഒരു വിഷ്വൽ ഗെയിം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരാം. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷ്വൽ ഗെയിം ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി വരും. ആ പ്രോപ്പർട്ടി ഞാൻ അങ്ങനെയൊക്കെ ഒരു വിഷ്വൽ ഗെയിം. പ്രോപ്പർട്ടി വരട്ടെ. സോ ദാ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടാബ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിലെ ഒരു വിഷ്വൽ കാണും. ആ വിഷ്വലിന്റെ ക്ലൂസ് ഞാൻ തരും. ആ ക്ലൂസ് വെച്ചിട്ട് അത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് 30 സെക്കൻഡ്സ് ആണ് നമ്മുടെ ടൈം. അതിനുള്ളിലാണ് പറയേണ്ടത്. ഈസി ആയിട്ട് ഉള്ളത് പറഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഇതിലെന്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അത് ചേച്ചിയുടെ കയ്യിലല്ലേ? ഈസി ആയിരിക്കുമോ? എന്താ തോന്നുന്നത്? ആയിരിക്കും തോന്നുന്നു. എന്തായാലും ആദ്യത്തെ വിഷ്വൽ നമുക്ക് കാണാം. എന്താണ്? യെസ്, ഇതൊരു കഴിക്കുന്ന ഒരു സാധനമാണ്. ഒരു ഫ്രൂട്ടാണ്. ഓക്കെ. ആൻഡ് ഈ ഫ്രൂട്ട് നമ്മള് സൂക്ഷിച്ച് ടച്ച് ചെയ്തില്ലെങ്കിൽ അത് പണി കിട്ടും. കാരണം എന്താ പറയാ, പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്ത് കഷ്ടപ്പെട്ട്. പൈനാപ്പിൾ അല്ല. അതേപോലെ തന്നെ ഒരു ഇതുണ്ടല്ലോ, സാധാരണ ചില ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക്, ഇപ്പൊ ആപ്പിൾ ആണെങ്കിൽ എനിക്ക് മാത്രം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. പപ്പായ അല്ല, ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. കുറെ പേര് വരുന്ന കഴിക്കാൻ തൊട്ടാൽ ഭയങ്കരമായിട്ട് കൈ ഇങ്ങനെ ആവും. ഇതൊരു കേരളത്തിന്റെ തനതായ ഒരു ഫ്രൂട്ടാണ്. പച്ച കളറാണ്. എന്താ അത് ഫ്രൂട്ട്? ചക്കപ്പഴം, ജാക്ക് ഫ്രൂട്ടോ? ഞാൻ പൈനാപ്പിൾ വിചാരിച്ചു. കാരണം അത് കൈ കുറേ മുള്ളു, പിന്നെ നമുക്ക് കഴിച്ചാൽ ചിലപ്പം നമ്മളുടെ ടങ്ങിന് ഒരു പ്രോബ്ലം. ഓക്കെ, ശരി. ഇനി അടുത്തത് ശക്തി. ഇത് നമ്മുടെ ലൈഫിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലായിടത്തും ചെന്നാലും ഈ ഒരു സാധനം കാണും. ആൻഡ് ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പഞ്ച്വാലിറ്റി ആയിരിക്കേണ്ടതും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഡിസിപ്ലിൻ ആവേണ്ടതും. പല ഷേപ്സിൽ ഉണ്ടാവും. എല്ലാ കാര്യവും ഇതിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. എല്ലാ വീട്ടിലും ഈ സാധനം ഉണ്ടാവും. ഘടികാരമോ? ഘടികാരം അല്ലെ? കറക്റ്റ് അല്ലേ ക്ലൂസ് ഒക്കെ? ഇനി അടുത്തത് ഇതൊരു ബേർഡാണ്. പക്ഷെ മുട്ടയൊന്നും ഇടില്ല ഈ ബേർഡ്. പക്ഷെ നമ്മുടെ മനുഷ്യന്മാരുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. കാരണം ഈ ബേർഡ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബേർഡാണ്. ഒരു മോർണിംഗ് ബേർഡ്.
നമ്മൾ മനുഷ്യരെല്ലാവരും ഈ ബേർഡിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. മുട്ടയിടില്ല. മോർണിംഗ് ബേർഡ് വെച്ച കോഴിയാണോ? എന്ത് കോഴി? ആൺകോഴിയായിരിക്കും. ആൺകോഴി. കറക്റ്റ് ടൈമിൽ പറഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ആൻസർ തന്നെ. ഇത് നിങ്ങൾ കോഴിന്ന് പറഞ്ഞാലും എനിക്ക് പിടികിട്ടിരിക്കില്ല. ഇപ്പൊ ആൺകോഴിയാണ് രാവിലെ റൂസ്റ്ററാണ് കട്ടുന്നത്, പെൺകോഴി കത്തുവില്ല. അപ്പൊ നിങ്ങൾ അത് ഗൈഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ചു അത് ക്ലൂ തന്നാലും പറയില്ലായിരിക്കും. ആണോ? അത്രയ്ക്ക് മന്ദബുദ്ധിയായിട്ട് കരുതിയോ? നിഷ്കളങ്കത, മന്ദബുദ്ധിയല്ല, നിഷ്കളങ്കത. അങ്ങനെ ഒരു ബ്രില്യൻ സ്റ്റുഡന്റ് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പാടിത്തരാനായിട്ട് ആ ഒരു കലാകാരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജുഷ. റെഡ് കാർപ്പറ്റ് ഷോയിൽ വന്നിരിക്കുകയാണ്. നല്ല റെഡ് കളർ ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നേ കരുതിയതല്ല. ഒരുപാട് ഷോസിൽ ശ്രമിച്ചാണ്, ഒന്നിലും എനിക്ക് അവസരങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ടല്ലേ? ആദ്യം തന്നെ വിളിച്ചപ്പം എന്തായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കിളി പറന്നു പോയോ? അതെ, അത് നമ്മുടെ ഈ പരിമിതി വെച്ചിട്ട് കൂടുതലും എനിക്ക് ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്തെങ്കിലും അങ്ങനെ ചാൻസുകൾ കിട്ടിയിട്ടില്ല. ഫൈനൽ റൗണ്ടിൽ ഔട്ട് ആവാറാണ് പതിവ്. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് അങ്ങനെ ഈ ഷോന്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. ആരും ഔട്ട് ആവുക, ആരും ഇന്നാവുക, വിജയിക്കുക ഒന്നുമില്ല. എല്ലാവരും ഇവിടെ വരിക, അവരുടെ ഇഷ്ടത്തിനുള്ള പെർഫോമൻസുകൾ പ്രകടിപ്പിക്കുക. നമ്മൾ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ വീട്ടിലെ എല്ലാവരും എങ്ങനെയാണ് ചേച്ചിയുടെ പാട്ടിനെ എത്രത്തോളമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും സപ്പോർട്ടാണ്. ഹസ്ബൻഡ്, മോള് കുറച്ച് ചെറുതായിട്ടൊക്കെ പാടും. ആണോ? 3.5 വയസ്സായതേ ഉള്ളൂ. പിന്നെ ഞങ്ങള് പ്രൊഫഷണൽ പ്രോഗ്രാം ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ്, ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, സംഗീതത്തിന് കാഴ്ച എന്ന് പറയുന്ന ഉൾക്കാഴ്ചയാണ് വേണ്ടത് അല്ലേ? അത് തീർച്ചയായിട്ടും ചേച്ചിക്ക് ഉണ്ടെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചേച്ചി ജന്മനാലാണല്ലോ ഈ കാഴ്ച. അപ്പൊ എങ്ങനെയാണ്, എന്തെങ്കിലും ചികിത്സകൾ ചെയ്യുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്തതാണ്, പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാണ്. ഒരു കണ്ണിന് ലൈറ്റ് പൊസിഷൻ ഉണ്ട്. ഒരു കണ്ണിലുണ്ട് ലൈറ്റ് പൊസിഷൻ, ഷാഡോ ഒക്കെ അറിയാൻ പറ്റും. ഒരു കണ്ണ് തീർത്തും ഇരുട്ടാണ്. അപ്പൊ എന്താ ഡോക്ടേഴ്സ് പറയുന്നത്? അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? ആയുർവേദ മരുന്നോട് ചെയ്യാൻ പറ്റുന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഒരുപാട് കോസ്റ്റ്ലി ആണ്. ഞങ്ങള് സാധാരണക്കാരായ ഞങ്ങൾക്ക് അപ്പൊ ആവുന്നത്ര ചെയ്തു. പിന്നെ സർജറി ആണ് വേണമെന്ന് പറഞ്ഞത്. സർജറി പ്രതീക്ഷയില്ല. എനിക്ക് നെർവിന് പ്രശ്നം വരും, ബ്രെയിനിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. ഓ, അതുകൊണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡിന്, അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ? ഉണ്ട്. നൈറ്റ് ബ്ലൈൻഡ്. അതെ. അതും ബൈ ബർത്ത് ആണ്. അതിനും എന്താ, അതെങ്ങനെയാണ്? അപ്പൊ രാവിലെ അദ്ദേഹം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണോ? രാവിലെ കുഴപ്പമില്ല. പുറത്തൊക്കെ പോകുമ്പോ വണ്ടിയുണ്ട്. അപ്പൊ അത് ശരി, നമ്മള് ഡ്രൈവറായാലും വിളിച്ചോണ്ട് ചെല്ലും. പക്ഷെ രാത്രി ഒന്നും കാണില്ല, തീർത്തും പാടാണ്. ഡ്രൈവ് ചെയ്തോണ്ടൊക്കെ ഇരുന്നാണ്. പിന്നെ ഹസ്ബൻഡ് അനൗൺസർ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്തായിരുന്നു? പ്രശാന്തേടന്റെ ഒരു സപ്പോർട്ട് നല്ല പോലെ ഉണ്ടെന്നാണ് മഞ്ജുഷ ചേച്ചി പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു സ്നേഹബന്ധമാണ് ഇവിടെ. അതെ. പിന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചാർമിള ചേച്ചിയാണ്. ഞാൻ അറിഞ്ഞു, ഞാൻ ധനം സിനിമയെ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ ചേച്ചിയാണ് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഫാമിലിയില് നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഭാര്യയും ഭർത്താവും മോളുമായിട്ടാണ്? ഞങ്ങൾ തനിച്ചാണ്. അപ്പൊ മഞ്ജുഷയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അല്ല, പുള്ളിക്കാരി രാവിലെ എണീറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇല്ലായിരുന്നു. മോളുടെ എന്ന് വെച്ചാൽ മോള് ഉറങ്ങാനൊക്കെ ഒരുപാട് വൈകും. അപ്പൊ ഇവിടെ 3 മണിക്കൊക്കെ ഉറങ്ങുന്നത്. നമുക്ക് ആ ടൈമിൽ എണീക്കാൻ പറ്റും. ഭയങ്കര കുസൃതിയാണെന്ന് തോന്നുന്നത് അല്ലേ? അച്ഛൻ എന്താ സ്നേഹത്തോടെ വിളിക്കുക? കുഞ്ഞാറ്റ. ഹായ് കുഞ്ഞാറ്റ. ഇതാരാ വന്നിരിക്കുന്ന കൂടെ ചുരിദാർ ഇട്ട ചേച്ചി? എന്റെ ബ്രദറാണ്. ഓക്കെ. അപ്പം എന്റെ പേര് സിന്ധുലക്ഷ്മി. സിന്ധുലക്ഷ്മി പാടുവോ? ഇല്ല, പാടില്ല. വീട്ടമ്മയാണ്. ഞാൻ അഗ്രികൾച്ചർ കോളേജിൽ വർക്ക് ചെയ്യുക. അത് ശരി. ഇത് മോളാണ്. മോളുടെ പേരെന്താ? അപർണ എന്ത് ചെയ്യുന്നു? ഞാൻ 9th പഠിക്കുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പെർഫോമൻസ് കാണാൻ വന്നിരിക്കുകയാണ്. പൂങ്കാര പൂങ്കുയിലേ
ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാവടച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം കമ്മലിട്ട തൊട്ടു തൊട്ട ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം. ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമരച്ചന്തം കമ്മലിട്ട